പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികൾ, വളരെ സന്തോഷകരമായ ഒരു സായാഹ്നത്തിലാണ് നമ്മൾ ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത്. ചെല്ലാന നിവാസികളുടെ പ്രിയപ്പെട്ട പൊന്നൻ ചേട്ടന് ഷഷ്ടിപൂർത്തിയുടെ മംഗളം ആശംസിക്കുന്നതിന് വേണ്ടിയാണ് അതീവ ഹൃദ്യമായ രീതിയിൽ ഈ ചടങ്ങുകളിലൂടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഡോക്ടർ ജോസഫ് എന്ന പേരിൽ ലിയോ ഗ്രൂപ്പ് അധ്യക്ഷൻ എന്ന നിലയ്ക്കാണ് മുംബൈയിലും മസ്കറ്റിലും നിങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നൻ ചേട്ടൻ അറിയപ്പെടുന്നത്. അദ്ദേഹം നേടിയതെല്ലാം സ്വയം നേടിയതാണ്. കഠിനമായി അധ്വാനിച്ചാൽ ആ പ്രയോജനമുണ്ടാകും എന്ന് തെളിയിച്ചുകൊണ്ടാണ് അദ്ദേഹം തന്റെ വിജയഗാഥ രചിച്ചിരിക്കുന്നത്. ഒട്ടതെല്ലാം പൊന്നൻ പൊന്നാക്കും എന്നാണ് അധ്യക്ഷൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഇപ്പോൾ പറഞ്ഞത്. ജോലിയുടെ ദിവസങ്ങൾ ബെയ്ജിങ്ങിലേക്ക് അയക്കാൻ പറ്റും. നമുക്ക് വേണ്ടി അവിടെ എന്തെങ്കിലും ഒരു സ്വർണ്ണ സ്പർശം അദ്ദേഹം കണ്ടെത്താതിരിക്കുക. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പല തരത്തിലുള്ള സംരംഭങ്ങളിൽ അദ്ദേഹം ഏർപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് 60 വയസ്സേ ആയിട്ടുള്ളൂ എന്നാണ് ഞാനിപ്പോഴാണ് അറിയുന്നത്. അദ്ദേഹം കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ പേര് ആദ്യം കേൾക്കുന്നത് അദ്ദേഹം ഒരു സിനിമയുമായി രംഗത്ത് വന്നപ്പോഴാണ്. ആ സിനിമയുടെ പേര് ഷഗലിയുടെ മിഖായിൽ എന്നായിരുന്നു. ആ സിനിമയിൽ എനിക്ക് ബന്ധപ്പെട്ട എന്നെ അടുത്ത സുഹൃത്തുക്കൾ കൂടി അതിൽ ചില കാര്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ളതുണ്ട്. ഞാൻ ആ സിനിമ കാണുകയുണ്ടായി. വളരെ വിചിത്രമായ കഥയാണ്. ഒരു പെനാൽറ്റി ഒരു വലിയ തുക കുറേത്തോടെ കൊടുക്കുകയാണ് കഥാനായകന്മാർക്ക്. നിശ്ചിത ദിവസത്തിനകം ആ പണം പൂർണ്ണമായും ചെലവാക്കിയതിനു ശേഷം തിരിച്ചു വരണം എന്നുള്ളതാണ് അവർക്ക് അവർ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം. എത്രയെല്ലാം ശ്രമിച്ചിട്ടും അവർക്ക് ആ പണം ചെലവാക്കാൻ കഴിയുന്നില്ല. ചെലവാക്കുന്നതോറും പണം വർദ്ധിക്കുകയാണ്. അങ്ങനെ ആ ചെറുപ്പക്കാർ ആ ദൗത്യത്തിൽ പരാജയപ്പെടുന്നു. എനിക്ക് തോന്നുന്നു പൊന്നന്റെ സിനിമയെ സംബന്ധിച്ച ജീവിതത്തെ സംബന്ധിച്ചും ആ സിനിമയിലെ പ്രമേയം പോലെ തന്നെ ചില അർത്ഥങ്ങളുണ്ട്. പക്ഷെ അദ്ദേഹം പണം ചെലവാക്കുന്നുണ്ട്, ധാരാളമായി ചെലവാക്കുന്നില്ല, കൈവഴിച്ച് ചെലവാക്കുന്നില്ല. ചെലവാകുന്നുള്ളതാണ് ചെലവാക്കാൻ ശ്രമിക്കുക മാത്രമല്ല, പണം ചെലവാകുന്നുണ്ട്. പക്ഷെ ചെലവാക്കുന്തോറും അദ്ദേഹത്തിന് അത് വീണ്ടും വർദ്ധിച്ച രൂപത്തിൽ തിരിച്ചു കിട്ടുന്നുണ്ട്. ഒരുപക്ഷെ ചെല്ലാന നിവാസിയായതുകൊണ്ട് അദ്ദേഹത്തിന് ആ പ്രകൃതി തത്വം അറിയാമായിരുന്നിരിക്കണം. അന്യദേശത്ത് പോയി രക്ഷപ്പെടുന്നവർ തിരിച്ചു വരാറില്ല. പക്ഷെ പൊന്നൻ തിരിച്ചു വന്നിരിക്കുകയാണ്. അദ്ദേഹം തിരിച്ചു വന്നുകൊണ്ടേയിരിക്കുകയാണ്. തൻ്റെ ഗ്രാമത്തിന് തൻ്റെതായ നന്മകൾ എന്തെല്ലാം ചെയ്യാൻ കഴിയും എന്ന അന്വേഷണത്തിലാണ് അദ്ദേഹം ഇപ്പോഴും ഏർപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായും നമ്മൾ ശ്ലാഘിക്കേണ്ടതായ പ്രശംസിക്കേണ്ടതായ സ്വഭാവശേഷമാണ്. അദ്ദേഹത്തിന്റെ സഹായം എല്ലാവർക്കും എത്തിച്ചേരുന്നത്. നന്നായി പഠിക്കുന്നതിന് കുട്ടികളെ സഹായിക്കുന്നു, മറ്റു പല രീതിയിലും പലർക്കും ആ സഹായം എത്തിച്ചേരുന്നു. തീർച്ചയായും നമ്മുടെ അനുമോദനം അർഹിക്കുന്നതിൽ തന്നെയാണ്. താഴ്ന്ന മുഴുവൻ സ്നേഹം ഏറ്റുവാങ്ങുന്നതിനുള്ള സൗഭാഗ്യം അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ജന്മദിനത്തിന്റെ സ്വാതന്ത്ര്യ ദിനത്തിലാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി 1 വർഷത്തിന് ശേഷം എന്ന വ്യത്യാസം മാത്രമേ. സ്വാതന്ത്ര്യ ദിനത്തിൽ പുരാതനായി 60 വർഷക്കാലം കഠിനമായ അധ്വാനത്തിലൂടെ ദൈവത്തിലും മനുഷ്യരിലും വിശ്വാസം അർപ്പിച്ചുകൊണ്ടുള്ള പ്രയാണത്തിലൂടെ മുന്നോട്ടുള്ള പ്രയാണത്തിലൂടെ ജീവിത വിജയവും സൗഭാഗ്യവും നേടിയെടുക്കാൻ കഴിഞ്ഞ അദ്ദേഹത്തെ നമുക്ക് ആദരിക്കാം. നമ്മുടെ സ്നേഹം അദ്ദേഹത്തെ അറിയിക്കാം. സൗഭാഗ്യമുള്ള ഒരു കുടുംബം അദ്ദേഹത്തിന്റെ സഹോദരന്മാർക്കിടെയുണ്ട്, മക്കൾക്കിടെയുണ്ട്, കൊച്ചുമക്കൾക്കിടെയുണ്ട്. എല്ലാവരുമായി ചേർന്ന ഈ ഗ്രാമം ആ സൗഭാഗ്യത്തിൽ പങ്കുചേരുമ്പോൾ നമുക്ക് ഷഷ്ടിപൂർത്തിക്ക് ശേഷം നിരവധി ആഘോഷങ്ങൾക്കുള്ള അവസരം ഉണ്ടാവട്ടെ. സപ്തമി, ഒടുവിൽ സഹസ്ര പൗർണമി, അതിനോടൊപ്പം ശതാബ്ദിയുടെ എത്രയോ കാര്യങ്ങൾ ഈ കിടക്കുന്നു. അങ്ങനെ നല്ല നല്ല സന്ദർഭങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തി ആഘോഷിക്കുന്നതിന് ഒത്തുചേരുന്നതിനുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന ആശംസയോടെ ചെല്ലാനം ഗ്രാമവാസികളുടെ പേരിൽ ശ്രീ പൊന്നൻ ചേട്ടന്, നിങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നൻ ചേട്ടന് എല്ലാ സൗഭാഗ്യങ്ങളും ഷഷ്ടിപൂർത്തി ആശംസകളും സ്വാതന്ത്ര്യത്തിന്റെ ആശംസകൾക്കൊപ്പം ഞാൻ നേരിടുന്നു. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുകയും ചെയ്യും.
തൊഴിലാഘോഷങ്ങളുടെ ഉദ്ഘാടനം